ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വെല്ലിന് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നേ. ദിവസം പ്രൊഡക്റ്റീവ് ആക്കണമെന്നൊക്കെ വിചാരിച്ച് രാവിലെ എണീറ്റു. കുറച്ച് നേരം സീരീസ് ഒക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകണം. എല്ലായിടത്തും ക്രിസ്മസ് മാർക്കറ്റുകൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം. പുറത്തൊക്കെ ക്രിസ്മസ് ട്രീ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാനിത് ടെമ്മോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ആക്ച്വലി പുറത്ത് ചില ഷോപ്പുകളിലൊക്കെ ചീപ്പായിട്ടുള്ള ക്രിസ്മസ് ട്രീ കിട്ടും. വീട്ടിൽ മോറിസൺസ് പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരു 20 pounds സ്റ്റാർട്ടിങ്ങിന് 5 foot 11 6 foot ഒക്കെ ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീകൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പെയിന്റിങ് ക്യാൻവാസ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എനിക്ക് കൊണ്ടു തന്ന കേട്ടോ. പിന്നെ നമുക്ക് ടെമ്മിൽ റിട്ടേൺ അടിക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കാണ്. നമ്മളിവിടെയൊക്കെ തമാശയ്ക്ക് വെറുതെ പറയൂട്ടോ, ടുഡേ ഈസ് എ മിസറബിൾ വെതർ എന്ന് പറഞ്ഞ പോലെ ഒരു മിസറബിൾ വെതർ ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. മഴ, തണുപ്പ്, കോടമഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് എന്തോ ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വെതർ അത്ര മിസറബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. വണ്ടിയിലിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. മഴ, കാറ്റ്, ചെറിയൊരു കോടമഞ്ഞ്. നമ്മളകത്ത് ചൂട് പിടിച്ചാണല്ലോ ഇരിക്കണത്. ഒരു ചായയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയനെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് കയറി ഇറങ്ങാനായിട്ട് കുറെ കടകളുടെ ലിസ്റ്റ് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നടക്കണതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഓർക്കുമ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ എല്ലാം വീഡിയോ എടുത്താൽ ഒരുപാട് ലോങ് വീഡിയോ ആകുമ്പോൾ കാണാൻ തന്നെ ഒരു രസം ഉണ്ടാവില്ലായിരിക്കൂലേ. ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കളർഫുൾ ആയിട്ട് എല്ലാവരും ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന വലിയൊരു ആഘോഷമാണ് കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ 25 ദിവസം പള്ളിയിൽ പോവുക, നക്ഷത്രം തൂക്കുക, നോമ്പെടുക്കുക, അങ്ങനെയൊക്കെയാണ് ആഘോഷങ്ങളെങ്കിൽ ഇവിടെ ക്രിസ്മസ് ട്രീ തൂക്കുക, ഗിഫ്റ്റുകൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുക, ലൈറ്റ്സ് അറേഞ്ച്മെന്റ്സ്, അങ്ങനെയുള്ള ആഘോഷങ്ങളാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ഡേ അവിടെ ഇവിടെയൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ. വെള്ളവടി, ഫുഡ് കഴി. അപ്പൊ നമ്മളിപ്പോ നടക്കുന്നത് ഡൻലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോം ഡെക്കർ കം സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ കുറെ ക്രിസ്മസ് ഡെക്കറേഷൻസും അതുപോലെ തന്നെ ഹോം ഡെക്കറിനുള്ള സാധനങ്ങൾ, വീട്ടിലേക്കുള്ള കട്ടില്, ബെഡ്, അലമാര എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അവര് ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ പെയർ ചെയ്തിട്ടേക്കുവാണ് എങ്ങനെ നമ്മുടെ റൂം അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു എക്സാമ്പിളിനായിട്ട്. പിന്നെ നോക്കിയപ്പോൾ ഇതേണ്ട പല ഡിസൈനിലുള്ള ഇഷ്ടം പോലെ കണ്ണാടികൾ എവിടെ കണ്ടാലും മിറർ സെൽഫി വീഡിയോ എടുക്കുക എന്നുള്ളത് മുഖ്യം ബിഗിലേ. Walking in a winter wonderland, seasons greetings. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് റേഞ്ചിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ കാണാനായിട്ട്. ലൈറ്റ്സ്, ക്രിസ്മസ് ട്രീസ്, ക്രിസ്മസ് ഡെക്കറേഷൻസ്, സാന്റ, ജിഞ്ചർ ബ്രെഡ്, റെയിൻഡിയർ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ബോൾസ് നോക്കിയാണ് ആക്ച്വലി ഇറങ്ങിയത്. ക്രിസ്മസ് ട്രീയിൽ തൂക്കാനായിട്ടുള്ള ബോൾസ്, പിന്നെ ഡോറിൽ ഫിറ്റ് ചെയ്യാനായിട്ട് ഒരു റീത്ത് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച്. ഇപ്പം നമ്മൾ റേഞ്ചിൻ്റെ ഹോം ഡെക്കർ ഏരിയയിൽ കൂടെ ആണ്ടോ നടക്കുന്നത്. ഹോം ഡെക്കറിൻ്റെ സാധനങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, അത്ര ചീപ്പൊന്നും അല്ല. എന്നാൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ്. Merry Christmas, we wish you a Merry Christmas, we wish you a Merry Christmas and a Happy New Year. Oh, bring us a piggy pudding. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചധികം നേരമായിരുന്നു കേട്ടോ. നടന്ന് ഏകദേശം ഒരു പരുവായിരുന്നു. അപ്പം പിന്നെ നമ്മളിവിടെ മലയാളി ഷോപ്പിൽ കയറിയിട്ട് ഒരു മസാല ദോശ അടിച്ചേക്കാന്ന് വിചാരിച്ചേ. പിന്നെ ഒരു മാംഗോ ലിസിയും കൂടെ ആയേക്കാന്ന് വിചാരിച്ചു. അതോടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം രാത്രി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ തന്നെയുള്ള ഒരു മലയാളി ഷോപ്പിൽ കയറിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി. ഇന്ത്യൻ ഷോപ്സുകളിൽ കയറിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. ബാക്കി ഇവിടുത്തെ ഷോപ്പുകളിൽ ചെയ്യുന്ന ഷോപ്പിങ്ങിനേക്കാളും എക്സ്പെൻസീവാണ് നമ്മൾ ഇന്ത്യൻ ഗ്രോസറീസ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തുള്ള ലിഡിൽ കയറി ഫൈനലായിട്ട് വീട്ടിലേക്ക് ഒരു ഷോപ്പിംഗ് കൂടെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളെ ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പ്രിമാർക്കിലൂടെ കയറിയായിരുന്നു കേട്ടോ.
വീക്കെൻഡ്സിൽ സ്ട്രീറ്റിലായിട്ട് ഷോപ്സ് ഉണ്ടാവും കേട്ടോ ടൗണിൽ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു മുന്നേ കണ്ടത്. അത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. പിന്നെ ഞാൻ പ്രിമാർക്ക് കയറി ഒരു ഹലോ മിസ്റ്റർ പെരേഡ വാങ്ങിച്ചു. അങ്ങനെ നമ്മുടെ ട്രീയിലേക്കുള്ള ലൈറ്റ്സും ബോൾസും ഒക്കെ എത്തി. ഇനി എല്ലാം അലങ്കരിക്കണം. അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ബൈ.